അത്യധികം ആഹ്ലാദമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത്, വ്യക്തിപരമായി ഞങ്ങളും കടന്നു പോകുന്നത്. ജനാധിപത്യത്തിൽ, കേരളത്തിൻ്റെ ജനാധിപത്യത്തിൽ മലങ്കര സഭ എത്രമാത്രം ആഴപ്പെട്ടിരിക്കുന്നു. എഴുതിത്തള്ളുവാൻ ഒരിക്കലും കഴിയാത്ത ഒരു സമൂഹമായി ഈ പൗരാണി സഭ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ ആനന്ദദായകമായ കാഴ്ചയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ജനപ്രതിനിധികളും കേവലം ഏതെങ്കിലും ഒരു സഭയുടെ മാത്രം വോട്ട് തേടി വിജയിച്ചവരല്ല. സർവമത വിഭാഗങ്ങളുടെയും പിന്തുണയോടുകൂടി ഈ ജനപ്രതിനിധികളാക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതിൽ സഭയ്ക്കുള്ള ആനന്ദം എന്തെന്ന് ചോദിച്ചാൽ, മലങ്കര സഭയുടെ ഒരു പുത്രൻ, പുത്രി ഒരു സമൂഹത്തിൽ സർവമത സമൂഹങ്ങളുടെ മുമ്പിൽ ആദരണീയനും സ്വീകാര്യയോഗ്യനുമായി മാറുന്നു എന്നത് മലങ്കര സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. നിങ്ങളിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുമെന്ന വ്യാമോഹങ്ങളിലല്ല, നിങ്ങളിലൂടെ എന്തെങ്കിലും ഒരു സംഘടിത ശക്തി ഉണ്ടാക്കാം എന്ന ചിന്തകളിലല്ല. ഈ പൗരാണിക സഭ, അതിൻ്റെ മക്കൾ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആഴപ്പെട്ടിരിക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾ അവരെത്രമാത്രം ക്രൈസ്തവ ബോധ്യങ്ങളും ഈ പൗരാണിക സഭയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഇടപെട്ട് വിജയം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ഇലക്ഷൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ, ജയിച്ചു വന്ന നിങ്ങൾക്കെല്ലാം അറിയാം അതിൻ്റെ പിന്നിലെ ഒരുപാട് നൂലാമാലകളെ പറ്റി. അത്യന്തം ദുഷ്കരമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസരമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ സാമൂഹിക രാഷ്ട്രീയ പരിസരങ്ങളെ ഒക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട്, അത് അതിജീവിക്കുവാൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യമായി ഒരിക്കലും കാണുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. അത് അത്രമാത്രം ഒരു ജനസമ്മതി ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉള്ളത് കൊണ്ട് മാത്രമാണത് സാധിച്ചത്.